മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവോക്കാഡോ ചേർത്തിട്ടുള്ള 2 ഡ്രിങ്ക്സാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. ആദ്യത്തെ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ റാഗി പൗഡർ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. റാഗി കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. റാഗിയിൽ ധാരാളമായിട്ട് കാൽസ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും റാഗി ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മൾ കലക്കിയെടുത്ത റാഗി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈ എടുക്കാതെ നന്നായിട്ട് തിളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ കൂട്ടി വയ്ക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ടിത് കുറുക്കിയെടുക്കാം. ഇപ്പോൾ റാഗി നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 4 ഡേറ്റ്സും 4-5 ബദാമും എടുത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ചതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മുടെ ഈ ഡ്രിങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ഡേറ്റ്സ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഡേറ്റ്സിന് പകരം ഷുഗർ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഹണി ചേർക്കാം. ഇനി ഡേറ്റ്സ് തന്നെയാണെങ്കിൽ അല്പം കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 2-3 ഡേറ്റ്സ് കൂടുതൽ ചേർത്താൽ മതി. അവോക്കാഡോ 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ സ്കിൻ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഇങ്ങനെ സ്കിന്ന് റിമൂവ് ചെയ്യാതെ ഇതിൻ്റെ അകത്തുനിന്ന് സ്പൂൺ കൊണ്ട് നമുക്കിതിൻ്റെ ഫ്ലഷ് എടുക്കാം. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഫ്രൂട്ടാണ് അവോക്കാഡോ. ഇതിൽ ധാരാളമായിട്ട് നല്ല ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ ഇതിൽ നല്ല കൊളസ്ട്രോളാണ് അടങ്ങിയിട്ടുള്ളത്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി, സി, വൈറ്റമിൻ കെ ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുള്ളതാണ്. ദിവസവും ഓരോ അവോക്കാഡോ കഴിക്കുന്നത് ഏറെ നല്ലതാണ്. നമ്മളിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ അവോക്കാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി ചേർത്ത് കൊടുക്കാം. അവോക്കാഡോ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഡ്രിങ്ക് നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാല് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഇത് തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക പാല് ചേർക്കുമ്പോഴായിരിക്കും. കുറച്ച് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1.5 കപ്പോളം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനായിട്ടുള്ള പാകത്തിന് ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആൽമണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ആൽമണ്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അവോക്കാഡോ റാഗി ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവോക്കാഡോ ചേർത്തിട്ട് വേറെ ഒരു ഡ്രിങ്കും കൂടി നമുക്ക് തയ്യാറാക്കാം. അവോക്കാഡോ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുവിലുള്ള സൈഡ് മാറ്റിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം നമുക്കിതുപോലെ എടുക്കാം. കട്ട് ചെയ്ത അവോക്കാഡോ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് ചേർക്കേണ്ടവർക്ക് ഡേറ്റ്സ് ചേർക്കാം. ഇതിലേക്ക് പാല് ചേർക്കാം. 3-4 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഹണി ഒഴിച്ചു കൊടുക്കാം. അല്പം പിസ്താഷ്യോ പീസസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരിക്കും.
റാഗിയും അവക്കാഡോയും ചേർത്ത് നമ്മൾ തയ്യാറാക്കിയത് പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. രണ്ടാമത് തയ്യാറാക്കിയത് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. ഇന്നത്തെ 2 റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.